വിദ്വേഷപരമായ പരാമർശം നടത്തിയതിൽ പി.സി. ജോർജിന്റെ അറസ്റ്റ് ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ഇടത് എം.എൽ.എ. കെ.ടി. ജലീൽ. വർഗീയ വിഷം ചീറ്റുന്ന ജോർജിനെ അറസ്റ്റ് ചെയ്ത് അഴിക്കുള്ളിലാക്കണമെന്ന് കെ.ടി. ജലീൽ ആവശ്യപ്പെട്ടു. ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ ആഭ്യന്തര വകുപ്പ് മുന്നോട്ട് വരണമെന്നും അദ്ദേഹം പറഞ്ഞു. നടപടി ഉണ്ടായില്ലെങ്കിൽ അതേ ഭാഷയിൽ ആരെങ്കിലും അതിനോട് പ്രതികരിച്ചാൽ കേരളം ഭ്രാന്താലയമായി മാറും. അതുവഴി നാം നേടിയെടുത്ത നേട്ടങ്ങളുടെ ഗരിമ മങ്ങുകയും കേരളത്തിന്റെ സൽപ്പേര് തകരുകയും ചെയ്യും. മലയാളികൾ ആർജിച്ച മതനിരപേക്ഷ മനസ്സ് നഷ്ടമാവുകയും നാം സ്വാംശീകരിച്ച വൈജ്ഞാനിക പുരോഗതിയുടെ അന്തസ്സ് കെടുത്തുകയും ചെയ്യുമെന്നും കെ.ടി. ജലീൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ ചൂണ്ടിക്കാട്ടി. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഒന്ന് നോക്കാം. വർഗീയ വിഷം ചീറ്റുന്ന പി.സി. ജോർജിനെ അറസ്റ്റ് ചെയ്ത് അഴിക്കുള്ളിലാക്കുക എന്ന തലക്കെട്ടാണ് ഫേസ്ബുക്ക് കുറിപ്പിന് നൽകിയിരിക്കുന്നത്. ജനം ടിവിയുടെ ഒരു ന്യൂസ് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പി.സി. ജോർജ് പറഞ്ഞ 2 വാചകങ്ങളാണ് താഴെ ചേർത്ത വീഡിയോ ക്ലിപ്പിലുള്ളത്. ഒരു പ്രാവശ്യം തനി വർഗീയത പ്രസംഗിച്ചതിന്റെ പേരിൽ പോലീസ് പി.സി. ജോർജിനെ അറസ്റ്റ് ചെയ്തു. എന്നാൽ കോടതി ഒരു ദിവസം പോലും ജയിലിൽ കിടക്കാൻ അവസരം കൊടുക്കാതെ ജാമ്യം അനുവദിച്ചു. അതിന്റെ വിലയാണ് ഇപ്പോൾ കേരളം നൽകുന്നത്. കോട്ടിട്ട ഏമാന്മാർക്ക് കമ്മ്യൂണിസ്റ്റുകാർ കുറ്റാരോപിതരായാൽ റിമാൻഡ് ചെയ്യണമെന്ന് നിർബന്ധമാണ്. കണ്ണൂരിലെ ദിവ്യയ്ക്ക് ഒരടിസ്ഥാനവുമില്ലാത്ത കേസിൽ 14 ദിവസം കാരാഗ്രഹമാണ് ലഭിച്ചത്. എന്നാൽ വയനാട്ടിലെ കോൺഗ്രസ് നേതാവ് സ്വന്തം കൈപ്പടയിൽ എഴുതിയ ആത്മഹത്യാക്കുറിപ്പ് ഉണ്ടായിട്ടും കത്തിൽ പേരുള്ള എല്ലാ കോൺഗ്രസ് നേതാക്കൾക്കും മുൻകൂർ ജാമ്യം ലഭിച്ചു. ഇതേക്കുറിച്ചൊക്കെ എന്താണ് പറയുക എന്നും കെ.ടി. ജലീൽ ചോദിക്കുന്നു. ഇടുക്കിയിലെ മണിയാശാൻ നടത്തിയ പ്രസംഗത്തിലെ ചില വാക്കുകളുടെ പേരിൽ എത്ര ദിവസങ്ങളാണ് പ്രായം പോലും പരിഗണിക്കാതെ UDF ഗവൺമെന്റ് അദ്ദേഹത്തെ അഴിക്കുള്ളിലാക്കിയത്. തെളിവില്ലാത്തതിന്റെ പേരിൽ അന്തിമവിധിയിൽ M.M. മണിയെ വെറുതെ വിട്ടു. നിരപരാധിയായ അദ്ദേഹത്തെ ദിവസങ്ങളോളം ജയിലിൽ കിടത്തിയതിന് ആരു മറുപടി പറയും? ആ ഇരുണ്ട ദിവസങ്ങൾ എങ്ങനെ മണിയാശാന് തിരിച്ചു കിട്ടും? പെരുമ്പാവൂരിലെ കോൺഗ്രസ് MLA-ക്കെതിരെ ലൈംഗിക ആരോപണം ഉയർന്നു. അദ്ദേഹം ഒളിവിൽ പോയി. കോൺഗ്രസ് MLA-ക്കും മുൻകൂർ ജാമ്യം കിട്ടി. ഇതെല്ലാം നൽകുന്ന തെറ്റായ സന്ദേശം എന്താണ്? നിങ്ങൾക്ക് അഴിമതി നടത്തണമെങ്കിൽ, മറ്റുള്ളവരുടെ മേൽ കയ്യേറ്റം നടത്തണമെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ കോൺഗ്രസോ ലീഗോ UDF-ഓ BJP-യോ ആയിക്കൊള്ളൂ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 4 അയലത്ത് പോലും നിൽക്കരുത് എന്നല്ലേ? പി.സി. ജോർജിനെ സർക്കാർ അറസ്റ്റ് ചെയ്താലും കോട്ടിട്ട ഏമാന്മാരും ഏമാനത്തികളും സഹായഹസ്തം നീട്ടാൻ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുകയാണ്. ഈ ചിറ്റമ്മ നയം ബന്ധപ്പെട്ടവർ മാറ്റിയില്ലെങ്കിൽ കേരളവും വർഗീയ വിഷപ്പുകയിൽ വീർപ്പുമുട്ടും. വർഗീയതയുടെ തീ നാട് മുഴുവൻ പടരും. പി.സി. ജോർജിനെതിരെ ശക്തമായ നടപടികൾ എടുക്കാൻ ആഭ്യന്തര വകുപ്പ് മുന്നോട്ട് വരണം. അതുണ്ടായില്ലെങ്കിൽ അതേ ഭാഷയിൽ ആരെങ്കിലും അതിനോട് പ്രതികരിച്ചാൽ കേരളം അക്ഷരാർത്ഥത്തിൽ ഒരു ഭ്രാന്താലയമാകും. നാം നേടിയെടുത്ത നേട്ടങ്ങളുടെ ഗരിമ മങ്ങും. കേരളത്തിന്റെ സൽപ്പേര് തകരും. മലയാളികൾ ആർജിച്ച മതനിരപേക്ഷ മനസ്സ് നഷ്ടമാകും. കേരം തിങ്ങും കേരള നാടിന്റെ തല താഴും. നാം സ്വാംശീകരിച്ച വൈജ്ഞാനിക പുരോഗതിയുടെ അന്തസ്സ് കെടുത്തും എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു കെ.ടി. ജലീൽ തന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. അതേസമയം ഇന്ത്യയിലെ മുസ്ലിമുകൾ മുഴുവൻ മതവർഗീയവാദികളാണെന്നും ആയിരക്കണക്കിന് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും കൊന്നുവെന്നുമായിരുന്നു പി.സി. ജോർജിന്റെ വിവാദപരമായ ആ പരാമർശം. മുസ്ലിമുകൾ പാകിസ്ഥാനിലേക്ക് പോകണമെന്നും പി.സി. ജോർജ് ചർച്ചയിൽ പറഞ്ഞിരുന്നു. P.K. കുഞ്ഞാലിക്കുട്ടി, കെ.ടി. ജലീൽ, SDPI, ജമാഅത്തെ ഇസ്ലാമി എന്നിവരെല്ലാം ചേർന്ന് പാലക്കാട് BJP-യെ തോൽപ്പിക്കാൻ ശ്രമിച്ചു. ഈരാറ്റുപേട്ടയിൽ മുസ്ലിം വർഗീയത ഉണ്ടാക്കിയാണ് തന്നെ തോൽപ്പിച്ചതെന്നും പി.സി. ജോർജ് ചർച്ചയിൽ ആരോപിച്ചിരുന്നു.